ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനാകട്ടെ അപ്രതീക്ഷിത തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. വിവിധ രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഇസ്രയേലിനാകട്ടെ ഇറാനുമായിട്ടുള്ള യുദ്ധമാകട്ടെ വമ്പൻ തിരിച്ചടികളാണ് നൽകുന്നത്. സൗഹൃദമായിരുന്ന രാജ്യങ്ങൾ പോലും ശത്രുപക്ഷത്തേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതും. പ്രതിരോധ കരാറിൽ നിന്നും ഇപ്പോൾ ഇറ്റലി പിന്മാറിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് ഇസ്രയേലിനാകട്ടെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇസ്രയേലുമായി സൈനിക സഹകരണ കരാറുകളും പിന്തുണയും ഇറ്റലി മരവിപ്പിച്ചതായി തന്നെ ജോർജിയ മെലോണിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കൽ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നതായി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വിവിധ പരിപാടിയിൽ, അതായത് അവിടെ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മെലോണി ഈ ഒരു കാര്യം ഇവിടെ വാർത്താ ഏജൻസികളോടായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇറാനും ലെബനനും എതിരായ ആക്രമണം തുടരുന്നതിനിടെ തന്നെ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലഭിക്കുന്നത്. ഇറാനുമായുള്ള എല്ലാ പ്രതിരോധ കരാറുകളും പൂർണ്ണമായും തന്നെ അതിൽ നിന്നും പിന്മാറുന്നതായിട്ടാണ് ഇപ്പോൾ അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം, ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇറ്റലിയുടെ തീരുമാനം എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.